അവകാശവാദമൊന്നുമില്ലല്ലോ, ഒരു കോൺട്രാക്ട് അല്ലേ, അവകാശവാദമൊന്നുമില്ല. നേരത്തെ എടുത്ത കേന്ദ്ര നേതൃത്വം എടുത്തൊരു തീരുമാനമാണ്, അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അത് പിന്നെ ഞങ്ങളുടെ പ്രസംഗത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പം നിങ്ങൾ ചോദിച്ചതിന് മറുപടിയായിട്ട് പറയുന്നത് കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ ഞാനും പി.സി. ചാക്കോയും പിന്നെ പീതാംബരം മാസ്റ്ററും കൂടി ഇരുന്ന വേദിയിൽ ശരത് പവാർ തന്നെ പറഞ്ഞു എൻ്റെ തീരുമാനമാണ്. ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളത്, കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം എന്ന് മാത്രമേ പറഞ്ഞു. അപ്പോൾ അവരെടുക്കട്ടെ, ആ തീരുമാനത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, പവാർജിയെക്കാട്ടിലും വലുതല്ലല്ലോ തോമസ് കെ തോമസോ മിനിസ്റ്ററോ മറ്റാരെങ്കിലും. പവാർജി തന്നെ ഞാനും പി.സി. ചാക്കോയും പീതാംബരം മാസ്റ്ററും കൊണ്ട് ഇരുന്ന വേദിയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വിട്ടതാണ് പ്രഫുൽ പട്ടേലിന്. എന്നാൽ അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ പാർട്ടിയിലില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞ അനുസരിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അതിനകത്ത് കോൺട്രവേഴ്സി ഒന്നുമില്ല, വളരെ ക്ലിയറാണ് പവാർജി പറഞ്ഞെന്നുള്ളത്. അതനുസരിച്ച് ഞാൻ പവാർജിക്ക് ലെറ്ററും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ ആര് പറഞ്ഞാലും അതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞാലും പ്രസക്തിയില്ല. പ്രസക്തമായ ഭാഗം പവാർജി പറയുന്നതാണ്. നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, കിട്ടിയില്ല കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ് എന്നെ തെറ്റിക്കരുത്. ഞാൻ പറഞ്ഞത് പവാർ സാബ് വളരെ ക്ലിയറായിട്ട് ഈ വിഷയം ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ തീരുമാനം അത് നടപ്പിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്, അത് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞു. ഇല്ല, അത് പവാർജിയെ നടപ്പിലാക്കണമല്ലോ, അതല്ലേ എൻ്റെ ശരിക്കായിട്ടുള്ള ആ ഒരു പ്രത്യേകത. അപ്പോൾ അത് നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയാനൊക്കത്തില്ല. എന്തുകൊണ്ട് ഇപ്പം പാർട്ടി ഒരു ചെറിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട്, അത് ചെറിയ കാര്യമല്ലല്ലോ. ഈ വലിയ പ്രതിസന്ധിയിൽ ഇപ്പം പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ അസീസാണ് എന്നെ മീറ്റിങ്ങിലേക്ക് വിളിച്ചത്, ഞാൻ വന്നു, മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തു. പല സംശയങ്ങളുണ്ട്, സംശയങ്ങൾ 100% ആൾക്കാർക്ക് മാറിയെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, എല്ലാ സംശയവും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് പല വീടുകളിലും പല സഹോദരന്മാരും ഉള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുള്ള ഒത്തിരി പേര് പാർട്ടിയിലുണ്ട്. അതെല്ലാം ഒന്ന് പരിഹരിച്ച് മന്ത്രി തന്നെ മുൻകൈ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ പ്രസംഗത്തിൽ. അദ്ദേഹം കാരണം അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, കാരണം ഇത് പാർട്ടി വളരണം, ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ക്ഷീണമുണ്ട്. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മന്ത്രിയും കൂടെ മുന്നിട്ടിറങ്ങിയെങ്കിൽ ശരിയാകത്തില്ല. MLA ഇറങ്ങുന്ന പോലെ തന്നെ മന്ത്രിയും ഇറങ്ങണം, ആ കാര്യം മാത്രമേ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് മന്ത്രിയോട് പറഞ്ഞല്ലോ, ഇങ്ങനെ പമ്മി ഇരുന്നാൽ പോരാ, ശക്തമായ ലെവലിൽ മന്ത്രി സംസാരിക്കണം. പക്ഷേ കാരണം പല ജില്ലകളിലും ചെറിയ നിസ്സാര പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഇല്ലല്ലോ. അത് കഴിവുള്ള ആൾക്കാർ, ശശീന്ദ്രൻ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരാളാണ്. താങ്കളുടെ പ്രസംഗത്തിൽ മന്ത്രിയെ പുകഴ്ത്തി, പക്ഷേ പാർട്ടിയുടെ അധ്യക്ഷനെ ഒരിക്കൽ പോലും പരാമർശിച്ച് കണ്ടില്ല. അല്ലാതെ നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാ. ഞാൻ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശരത് പവാറാണ്. അപ്പീസ് അദ്ദേഹത്തിന് സുഖമില്ലായിരിക്കുക, അതുകൊണ്ട് പിന്നെ ആവശ്യമില്ലാതെ പേര് പറഞ്ഞാൽ ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സഹോദരങ്ങൾ തമ്മിൽ പലപ്പോഴും പല വിഷയങ്ങളും ഉണ്ടാകാറില്ലേ. ആ ഒരു ലെവലിൽ നിങ്ങൾ എടുത്താൽ മതി. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇപ്പം ഞങ്ങളെല്ലാവരും, പി.സി. ചാക്കോ ഉൾപ്പെടെ, ഞാനുൾപ്പെടെ, ശശീന്ദ്രൻ ഉൾപ്പെടെ, അസീസ് ഉൾപ്പെടെ ഞങ്ങൾ പ്രതിസന്ധി നിൽക്കുകയാണ്. ആ പ്രതിസന്ധി തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് പോയൊക്കത്തുള്ളൂ. ഇപ്പം നമുക്ക് കർണാടകയും കേരളവും തമ്മിൽ പ്രശ്നമുണ്ട്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വരുമ്പോൾ കർണാടകയും കേരളവും തമ്മിൽ പ്രശ്നമുണ്ട്. അവരെല്ലാം ഒന്നിച്ചല്ലേ. കേരളത്തിലെ ജവാന്മാരും കർണാടകത്തിലെ ജവാന്മാരും കാശ്മീരിൽ ചെല്ലും അടിക്കാനായിട്ട് എന്ന് പറഞ്ഞതുപോലെ ചെറിയ അസ്വാരസ്യമൊക്കെ ഉണ്ട്. ഇല്ലാത്തത് ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ആലപ്പുഴ ജില്ല എൻ്റെ ജില്ലയാണ്. ആലപ്പുഴ ജില്ല എൻ്റെ അധീനതയിൽപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ അന്നും ഇന്നും ഒരേ സ്റ്റാൻഡ് തന്നെ നിൽക്കുന്നത്, അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. കാരണം അതാണ് ഞാൻ ശശീന്ദ്രനോട് പറഞ്ഞത്, നിങ്ങൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കണമെന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. കാരണം നമുക്ക് അർഹതപ്പെട്ടത് നമുക്കത് കിട്ടണം, അതാണ് എൻ്റെ വിഷയം. ഇല്ല, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ കുടുംബത്തിലുള്ള ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വരെയും ഞാനും ശശീന്ദ്രൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മിനിസ്റ്ററുമായിട്ട് ഒരു സംസാരത്തിൽ പോലും ഒരു തെറ്റ് വന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, നിയമസഭയ്ക്കകത്തും വെളിയിലും. കാരണം ഇത് മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് അത് വേറൊരു സ്റ്റൈലെന്നേ ഉള്ളൂ. അത് 2 MLA മാർ വന്നുകൊണ്ട് 5 വർഷത്തേക്ക് കിട്ടി.
അന്ന് പവാർജിയുടെ ഒരു തീരുമാനമാണ് 2.5 വർഷം പിന്നെ അത് വീതം വെക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, ഞങ്ങളുടെ അല്ല. അദ്ദേഹമാണ് പ്രഫുൽ പട്ടേലിനെ വിട്ട് ഈ വിഷയം പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിഷയം പവാർജിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയെന്നുള്ളതല്ലാതെ അതിനകത്തൊരു കോൺട്രവേഴ്സി ഒന്നുമില്ല. കാരണം അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പം പാർട്ടി ഉണ്ടെങ്കിലല്ലേ മന്ത്രിയുള്ളൂ. അതാണ് ഏറ്റവും വലിയ പാർട്ടി തന്നെ വലിയ പ്രതിസന്ധി നിൽക്കുമ്പം അതിന് ഒരു നല്ല രീതിയിൽ അത് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ് മന്ത്രിയോടും അതുപോലെ പി സി ചാക്കോയോടും അതുപോലെ മറ്റുള്ള എല്ലാ നേതാക്കന്മാരോടും പറയുന്നത്. അത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ഒരു അവർ പറയുന്നത് ഈ പാർട്ടിയുടെ തീരുമാനം. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു, LDF കൺവീനറെ കണ്ടിരുന്നു. ഞാൻ പക്ഷേ നിങ്ങളോട് പറഞ്ഞിരുന്നു പാർട്ടിയുടെ തീരുമാനം. പാർട്ടി തീരുമാനിച്ച ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ മന്ത്രിയാകും. അപ്പോൾ അതാണ് അങ്ങനെയാണല്ലോ ശശീന്ദ്രൻ മന്ത്രിയാകുന്നത്. അപ്പം ആദ്യം സംസാര വിഷയം ഉണ്ടായിരുന്നു. അതിനുശേഷം അപ്പം പവാർജി പ്രഫുൽ പട്ടേലിനെ വിട്ടു. അദ്ദേഹം വന്ന് ഡിസ്കസ് ചെയ്തു. ചെന്ന് ഞങ്ങളുടെ മന്ത്രി AK ശശീന്ദ്രനാണ്, പാർലമെൻ്ററി പാർട്ടി ലീഡർ തോമസ് കെ തോമസ് പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ പാർട്ടി നാളെ തീരുമാനിച്ചിട്ട് ഇപ്പം വേറൊരാൾ മന്ത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കും. ഞാനീ പറഞ്ഞ നിലവിലുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ടുള്ള താമസങ്ങളേ ഉള്ളൂ. ഇത് കുറച്ച് നാളായല്ലോ പ്രശ്നം, ഇന്നും നില തുടങ്ങിയതല്ലല്ലോ. കാരണം ഞങ്ങളെ പ്രബലരായ 2 നേതാക്കന്മാരല്ലയോ മറികണ്ഠം ചാടിയത്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അണികൾക്ക് കുഴപ്പമൊന്നുമില്ല. അണികൾ ഇന്ന് ശക്തമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മഹാരാഷ്ട്രയിലാണേലും ശരത് പവാറിനാണ് ജനപിന്തുണയുള്ള നേതാവ്, സംശയമില്ല കാര്യത്തിൽ. ആരൊക്കെ എത്ര കളിച്ചാലും പവാർജിയുടെ ജനമുണ്ട്, അദ്ദേഹത്തെ ജനം അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം ശരിക്കും പാവപ്പെട്ടവരുടെ നേതാവ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പം ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കൊടിയും ജനവും പോകാമെന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമാണ്. പാർട്ടി തന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ജില്ലയെക്കുറിച്ച് ബഹളം ഉണ്ടാക്കാനോ സമയമല്ല. ആദ്യം ഞങ്ങളുടെ നിലയൊന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ഇത് എൻ്റെ ഔദാര്യമല്ലല്ലോ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നേതാവ് ശരത് പവാറിൻ്റെ തീരുമാനം നടപ്പിലാക്കണം. ഇതിനാവശ്യമില്ലാത്തൊരു വിട്ടുവീഴ്ച തോമസ് കെ തോമസ് ചെയ്യാനായിട്ട് ഞാൻ ഈ പാർട്ടി വന്ന് 2006-ലാണ്, 2008 ശരിക്കും 2006-ലാണ് DIC ഉണ്ടാകുന്നത്. അന്നാണ് തോമസ് ചാണ്ടി MLA ആകുന്നത്. അതിനുശേഷം 2008-ലാണ് ഞങ്ങൾ NCP-യിലോട്ട് വരുന്നത്. NCP വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് കാലങ്ങൾ LDF-ലില്ലായിരുന്നു. അന്ന് ആദരണീയനായ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം പോയിട്ട് വന്ന് തോമസ് ചാണ്ടിയായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് 2008-ൽ ഞങ്ങൾ LDP വരുന്ന NCP ആയി. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യം. 2015 ഇലക്ഷൻ വന്നു, 2016 വന്നു, 2021 വന്നു. ഇപ്പം 4 പ്രാവശ്യമാണ് കുട്ടനാട്ടിൽ നിന്ന് ജയിച്ചിരിക്കുന്നത്. 3 പ്രാവശ്യം ചെറിയ കാര്യമൊന്നുമില്ല. കുട്ടനാട് പോലുള്ള സ്ഥലം കാരണം കുട്ടനാട് ശരിക്കും UDF-ന് പ്രവർത്തിക്കാനുള്ള മണ്ഡലമാണ്. അവിടെയൊക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ഒരു വഴക്കവും ബഹളവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് പവാർജിയുടെ തീരുമാനം. അദ്ദേഹം വേണം നടപ്പിലാക്കാൻ, അദ്ദേഹം വേണം ലെറ്റർ കൊടുക്കാൻ. അത് LDF-ന് കൊടുത്തു കഴിഞ്ഞാൽ വിഷയം ആ സ്പോട്ടിൽ തീരും. അത് ചെയ്യേണ്ട ചുമതല അദ്ദേഹത്തിനുള്ളതാണ്, അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് ഇവിടെ നടക്കില്ലെന്ന് ഞാൻ പറയും. ഇതൊന്നും ഇല്ല. ഞങ്ങളുടെ പാർട്ടി ഒറ്റ ഘട്ടമായിട്ട് മുന്നോട്ട് പോകും. ശക്തമായിട്ട് കേരളത്തിൽ ഞങ്ങൾ വളരും. വളരെ ഒപ്പത്തോട് നടക്കുന്നില്ല. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള പറഞ്ഞു തീർക്കാനായിട്ട് മന്ത്രി മുൻകൈ എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് PC ചാക്കോയുടെ പേര് പറഞ്ഞില്ല, അതുകൊണ്ട് PC ചാക്കോയെ തള്ളിയേക്കാൻ ഞങ്ങൾക്കല്ല. ശരത് പവാർ വെച്ചാണ് ശരത് പവാർ ആരെ വെക്കുന്നു അവരെ അതാണ് ഞങ്ങളുടെ നേതൃത്വം. അതൊന്നും സംശയമില്ല. അതുകൊണ്ട് നിങ്ങളിത് പറഞ്ഞ തെറ്റിച്ച് കളയത് ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹം 2 കൈയും ഉയർത്തി അല്ലേ, വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ഈ കൈ ശുദ്ധമാണ് അല്ലേ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവം കൂടെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. കാരണം ഒരു കറപ്ഷനും ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതുകൊണ്ട് അടുത്തറിയാവുന്നതുകൊണ്ട് എത്ര ധൈര്യത്തോടെ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സി ഇതാണ് എൻ്റെ